അങ്ങനെ നമ്മുടെ ഗുജറാത്ത് ജേണി കഴിഞ്ഞിട്ട് കുറേ ദിവസം ആയെങ്കിലും നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് വരെ എത്തിയിട്ടേയുള്ളൂ കേട്ടോ. ഈ ഒരു യാത്രയിലാണ് ആദ്യമായിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അതും നമ്മുടെ സ്വന്തം കോഴിക്കോട് എയർപോർട്ടിന്റെ കേട്ടോ. അവിടെ തന്നെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ പൊന്നോ, അവിടുത്തെ ഇന്റീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാ പൊളിച്ച് നിന്ന് പോകും. ഞങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഏകദേശം 9 മണിക്കൂർ കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ അത്രയും സമയം അവിടെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊന്നും കാണാൻ പറ്റി കേട്ടോ. അക്കൂട്ടത്തിൽ എയർപോർട്ട് ലോഞ്ചിലൂടെ ഒന്ന് കയറി നോക്കി. പക്ഷെ കാർഡ് ആക്സസ് ആകാത്തതുകൊണ്ട് തന്നെ പോയ വഴി തന്നെ തിരിച്ചു വന്നു. പിന്നെ സമയം കളയാനാണെങ്കിൽ മോൾക്ക് തന്നെ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ അധിക വീഡിയോസിലും കാണുന്ന പാവ പിടിക്കുന്ന ഗെയിമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കളിച്ച സമയത്ത് എനിക്ക് കിട്ടിയില്ല കേട്ടോ. എന്നോട് ജസ്റ്റ് മിസ്സായിപ്പോയി. എന്താണെങ്കിലും ചെറിയൊരു പാർക്ക് സെറ്റപ്പാണ്. എനിക്ക് പിന്നെ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫീഡിംഗ് റൂമാണ്. സാധാരണ ഒരു ഫീഡിംഗ് റൂം എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കുടിസുമുറി ആയിരിക്കും. ഇത് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ മോൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും മോളുടെ ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. കാലിക്കറ്റിൽ നിന്ന് കയറിയ സമയത്ത് മോളുടെ ഫുഡ് വെച്ച ബാഗ് ഞങ്ങളുടെ കയ്യിൽ വെക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ അത് സൂറത്തിലെത്തിയാൽ മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കയ്യിലില്ലായിരുന്നു. അവിടെ ചോദിച്ചപ്പോഴും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എയർപോർട്ടിലൊക്കെ നല്ല വിലയാണ്. ഞാൻ ആകെ വാങ്ങിയത് ഒരു ബനാന പാൻ കേക്കാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 300 രൂപയുടെ അടുത്ത് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ മോളൂടെ കൂടെ ഉള്ള സമയത്ത് നമുക്ക് പൈസ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്താണെങ്കിലും അത് വാങ്ങിക്കൊടുത്ത് അത് കഴിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബസ്സിലൊക്കെ കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. കാലിക്കറ്റിൽ നിന്ന് നമ്മൾ കയറിയിട്ടുള്ള ഒരു കുഞ്ഞു ഫ്ലൈറ്റിലായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ വലുതായിരുന്നു കേട്ടോ. ഇന്നലെ പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഇന്ന് പിന്നെ കുറച്ച് വെളിച്ചം വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോരുന്നുണ്ടായിരുന്നത്. അതിൽ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ നാടും വീടൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് മാറും. എന്നിട്ട് ഒരു സമയം കഴിയുന്ന സമയത്ത് ഒരു പാളി കടന്നിട്ട് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് ചെല്ലും. മേഘങ്ങളും മാത്രമുള്ളത്. പണ്ടുള്ള ശിവന്റെ സീരിയലിൽ ശിവനും പാർവതിയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമില്ലേ, അതുപോലത്തെ സ്ഥലമാണ്. പിന്നെ എൻ്റെ ഈ ഉപമ കണ്ടിട്ട് ആരും എന്നെ കളിയാക്കണ്ട. ആദ്യമായിട്ട് ഫ്ലൈറ്റുകാരൻ ഒരു കുട്ടിയുടെ പൊട്ടത്തരായിട്ട് കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ സൂറത്തിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ നേരെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോയി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടതൊന്നും അല്ല ആ റൂം എന്നുള്ളത്, ഒരു പാട്ട ലോഡ്ജായിരുന്നു. പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് വേറൊരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് നേരെ അവിടത്തേക്ക് പോയി. അവിടെയാണെങ്കിലോ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള സൗകര്യങ്ങളായിരുന്നു. എന്താണെങ്കിലും അതിൻ്റെ ഒക്കെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആരും കാണാൻ മറക്കരുത്.